നമ്മളിപ്പോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. പുറത്തുള്ളവർ പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കില്ല. ഇത് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും അങ്ങ് ഞാൻ വിശ്വസിക്കും. ചേച്ചി റീല് കാണാറുണ്ടോ? നമ്മുടെ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു റീൽ എടുക്കാൻ ഒരു 30 ടേക്കെങ്കിലും പോയിട്ടുണ്ടായിരിക്കും. അതെന്തുകൊണ്ട് ഇത്രയും ടേക്ക് വരേണ്ടി? ഞാൻ ഡാൻസർ അല്ല, പുള്ളി ഡാൻസർ. കളിയാക്കിയത് കുറ്റമായിട്ട് പറഞ്ഞതല്ല, ഡാൻസ് അറിഞ്ഞൂടാ, ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു സബ്ജക്ട് കൊടുക്കും, പെട്ടെന്ന് ഒരു കള്ളത്തിനും പറയും. അപ്പൊ ഇവർക്ക് അറിയാം ഞാൻ കള്ളത്തിനെ പറയുന്നതെന്ന്, പക്ഷെ അത് ഫണ്ണായിരിക്കും. അങ്ങനെയൊക്കെ ആവുമ്പോ പിന്നെ അതിൽ നിന്ന് ഫോക്കസ് ചെയ്ത് ഞാൻ ഇപ്പൊ അങ്ങനെ കൊണ്ടുപോകും. മനസ്സിലൊന്നും വെക്കത്തില്ല, എല്ലാം ഓപ്പൺ ആയിട്ട് പറയുമ്പോഴൊക്കെ അതൊക്കെ പ്രേക്ഷകരാണെങ്കിലും ഈ നമ്മുടെ ഫ്ലോറിലുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിലും ക്രൂ ആണെങ്കിലും എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞിന്റെ അച്ഛൻ, പിന്നത്തെ വിവാഹിതൻ, ഒരു കുഞ്ഞിന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കണ്ടു. എന്നിട്ട് ഞാൻ മാറി മറിച്ച് വേറെ പലതിലും നോക്കിയപ്പോ എല്ലായിടത്തും ഇങ്ങനെ കണ്ടു. നമ്മുടെ കല്യാണത്തിന്റെ കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, അപ്പൊ അതുപോലുള്ള ഒരു വീഡിയോസ് വരുന്നതാണ്. എന്നാലും എത്ര യങ് ആയിട്ടുള്ള ഒരാളാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ. ഞാൻ കാർ അപകടത്തിൽ മരിച്ചു, അനു അങ്ങനെ ഉണ്ടായിരുന്നു. ആക്സിഡന്റിൽ അനു മരണപ്പെട്ടു. ലക്ഷ്മി ചേച്ചിക്ക് സുചേട്ടൻ എന്ന് പറഞ്ഞ ഒരു സ്വന്തം സഹോദരൻ ഭയങ്കര ഇഷ്ടമാണ്. ലക്ഷ്മി ചേച്ചി സുചേട്ടൻ, അവിടെ ചേട്ടന്മാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേച്ചിക്ക് സുചേട്ടനായിരുന്നു. ചേച്ചി പെർഫ്യൂം ഉണ്ടാക്കി കൊടുത്ത സംഭവം പോലും സുചേട്ടൻ പോയതിനു ശേഷം ഞാൻ സുചേട്ടന്റെ വൈഫിനെ കാണാൻ വേണ്ടി പോയപ്പോ എനിക്ക് ഈ ഷർട്ടും പാന്റും എല്ലാം എനിക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു, മക്കളെ എനിക്ക് സുചേട്ടന്റെ സ്മെല്ല് ഇപ്പോഴും ഇതിനകത്തുണ്ട്, എനിക്ക് ഈ ഒരു സ്മെല്ല് എനിക്ക് പെർഫ്യൂം ആക്കി എടുക്കണം, എനിക്കത് വേണം, അത് എവിടെയെങ്കിലും ഉണ്ട് അതൊക്കെ എന്റെ അടുത്ത സമയത്ത് സംസാരിച്ചു. അപ്പൊ ചേച്ചി ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന പോലും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ചേച്ചി അടുത്ത് ആവശ്യപ്പെട്ടു, ചേച്ചിയല്ലേ ഉള്ളൂ. ആരെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്ന ഫുൾ നല്ല മനസ്സുകൂടെ ഒന്നുമല്ല, ഇവൾ ഇങ്ങനെ ആലോചിച്ചിട്ടാണ്, ഇവർക്ക് ഒരുപാട് ചിന്തിച്ച് ഇതിന് വേണ്ടിട്ട് തന്നെയാ. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്താ പ്രശ്നം? നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. സ്റ്റാർ മാജിക്കിൽ നമ്മൾ കാണുമ്പോഴത്തെ അനുമോൾ എന്ന് പറയുന്നതേ ഒരു ഭയങ്കര ഒരു എന്താ പറയാ, നമ്മൾ സാധാരണ അത് തന്നെ ഒരു പൊട്ടിപ്പെണ്ണാണ്. എന്തും എല്ലാം ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്. അതൊക്കെ ഷോയ്ക്ക് വേണ്ടിട്ട് അവര് പറയുന്ന പോലെ അവിടെ സ്ക്രിപ്റ്റഡ് ആണോ, പ്ലാനിങ് ആണോ? എന്താന്ന് വെച്ചാല് സ്റ്റാർ മാജിക്കിൽ ഞാൻ വന്നിട്ട് ഇപ്പൊ 7 വർഷമായി. ഫസ്റ്റ് ടൈം പോയ സമയത്ത് ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്ന ഫസ്റ്റ് ടൈമാ. അതിനേരം ഞാൻ ഈ സീരിയലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാ. സ്കൂളിലോ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഒന്നിനും പങ്കെടുത്തിട്ടില്ല. എപ്പോഴും കാണിയായിട്ട് ഞാൻ സ്റ്റേജിന്റെ ബാക്കിലോ എവിടെയെങ്കിലും സൈഡിലൊക്കെ കാണും. പക്ഷെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വിളിച്ചപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചെന്നപ്പോൾ എല്ലാവരും സിനിമയിൽ അഭിനയിക്കുന്നവരും പിന്നെ സീരിയലിലൊക്കെ നായികമാരായിട്ട് അഭിനയിക്കുന്നവരും നായകന്മാരായിട്ട് അഭിനയിക്കും. ഞാൻ ആ കൂട്ടത്തിൽ എന്താ പറയുക, എനിക്ക് തന്നെ തോന്നി ഞാനിപ്പം വന്നൊരു ആർട്ടിസ്റ്റാണ്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, അയ്യോ ഇത് ഇവിടെ കിട്ടിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യം. പിന്നെ ഞാൻ കാണിക്കുന്നതൊക്കെ മണ്ടത്തരാന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഡാൻസ് ചെയ്യാൻ പറയും, ഏതെങ്കിലും പാട്ടിൽ ഡാൻസ് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ഡാൻസ് അറിയത്തില്ല കളിക്കാൻ. അപ്പൊ ഞാൻ കളിക്കുന്ന ഡാൻസ് ഇവരെല്ലാം ചിരിക്കാറുണ്ട്. പക്ഷെ കളിക്കാൻ അറിയാത്ത ഒരാൾ കളിക്കുമ്പോ എങ്ങനെയായിരിക്കും ചിരിക്കുന്നത്? സ്റ്റെപ്പൊക്കെ ഭയങ്കര കോമഡി സ്റ്റെപ്പുകളാണ്. അപ്പൊ ഇവർക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്റെ ഈ തമാശകൾ. ഞാൻ എന്തെങ്കിലുമൊക്കെ മനസ്സിലൊന്നും വെക്കത്തില്ല, എല്ലാം ഓപ്പൺ ആയിട്ട് പറയുമ്പോഴൊക്കെ അതൊക്കെ പ്രേക്ഷകരാണെങ്കിലും ഈ നമ്മുടെ ഫ്ലോറിലുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിലും ക്രൂ ആണെങ്കിലും എല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇവരൊക്കെ ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പൊ എല്ലാവരും പറയും, എടി നീ നിന്റെ സംസാരം ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടൊക്കെയാണ്, പിന്നെ മനസ്സിലൊന്നും ഇല്ല എന്നൊക്കെ പറയും. പിന്നെ ഓരോ വർഷം കഴിയുമ്പോഴാണ് നമ്മൾ ഓരോന്നും പഠിച്ചു വരുന്നത്. പിന്നെ ഞാൻ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഓഡിയൻസ് പ്രേക്ഷകരൊക്കെ പറയും അനുവിന് ഭയങ്കര ഇഷ്ടമാണ്, അനുവിന്റെ ഈ കുട്ടിത്തം, അനുവിന്റെ ആ നിഷ്കളങ്കം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ അതൊക്കെ ആയിരിക്കും ആളുകൾക്ക് ഇഷ്ടം. ശരിക്കും നമ്മൾ ജെന്യുവനായിട്ട് നിന്നാൽ മാത്രമേ അവർക്കൊക്കെ ഇഷ്ടപ്പെടൂ. നമ്മൾ ഫേക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് നോട്ട് ചെയ്യത്തില്ല. പിന്നെ എല്ലാരും പറയും നീ എങ്ങനെ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ മണ്ടത്തരങ്ങളൊക്കെ പറയാറുണ്ട്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൊട്ടത്തരൊക്കെ പറയും. പണ്ട് അവിടെ നമ്മുടെ സ്ഥലമുണ്ട്, ഒരു നമ്മുടെ ആരനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മയിലാടുംപാറ, അവിടെ ഒരു പാറയുണ്ട്. പെട്ടെന്നൊരു കള്ളം ഉണ്ടാക്കി പറയുമ്പോ ഞാൻ എന്തെങ്കിലും ഒരു കള്ളം പറയും, പെരുങ്കള്ളിയാണോ? അങ്ങനെയല്ല, ഒന്ന് പറയാൻ പറയും. പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് ഒരു സബ്ജക്ട് കൊടുക്കും, പെട്ടെന്നൊരു കള്ളത്തിനും പറയും. അപ്പൊ ഇവർക്ക് അറിയാം ഞാൻ കള്ളത്തിനെ പറയുന്നതെന്ന്, പക്ഷെ അത് ഫണ്ണായിരിക്കും. അങ്ങനെയൊക്കെ ആവുമ്പോ പിന്നെ ഞാൻ അതിൽ നിന്ന് ഫോക്കസ് ചെയ്ത് ഞാൻ ഇപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പൊ ഇപ്പൊ ലാസ്റ്റ് ഗെയിമിലും ഇവർക്ക് ഫണ്ണ് വേണം. അപ്പൊ ഞാൻ മാക്സിമം ഇപ്പോഴും ഫണ്ട് കൊടുക്കുന്നു. ഞാൻ പക്ഷെ കൊടുക്കുന്നതല്ല, നമ്മൾ ആ ഫ്ലോറിൽ കേറുമ്പോ ആക്ഷൻ പറയുമ്പോ തന്നെ ഞാൻ അങ്ങനെ, എനിക്കറിയില്ല അത് ഇനിയിപ്പോ ദൈവം തന്നെ ഇതാണോന്നും എനിക്കറിയില്ല. ഞാൻ ഒരു കോമഡി ആയിട്ട് ഞാൻ അങ്ങനെ പോകുന്നതാണ്. എനിക്ക് അറിയില്ല എന്താന്ന്.
ഇപ്പം ഈ സ്റ്റാർ മാജിക്കിലാണെങ്കിൽ പോലും ചിലത് 1-2 തവണ ഇപ്പം അനുവിനെ അതിനകത്തുനിന്ന് പറഞ്ഞു വിടുന്നു, അനുവിനെ ഇല്ല പോവാണ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അതുമൊക്കെ അപ്പൊ വെൽ പ്ലാൻഡ് ആണോ, സ്ക്രിപ്റ്റഡ് ആണോ അതെല്ലാം? അതെ അതെ. അപ്പൊ ഒരിക്കൽ പക്ഷെ ഈ നമ്മുടെ ഒരു 4 ഇല്ല എന്നെ ശരിക്കും അവർ പ്രാങ്ക് ചെയ്തതാണ്, ഇഷ്ടം കൊണ്ടാട്ടോ. പക്ഷെ കാരണം അതിനകത്ത് ആരും അങ്ങനെ പ്രാങ്ക് ചെയ്യാറില്ല. അവർക്ക് ഞാൻ എന്ന് പറയുമ്പോ ഒരു കുട്ടിയെ പോലെ അതെന്തിനാണ് എല്ലാ പ്രാങ്കും ഏറ്റുവാങ്ങാൻ അവിടെ ഇങ്ങനെ മനസ്സിലാക്കിയ ഒരു ബുദ്ധി വേണ്ടേ? ഒരു പ്രാവശ്യം നമ്മുടെ ലക്ഷ്മി നമ്മുടെ ഒരു ഇനാഗുറേഷൻ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. അത് ശരിക്കും ഞാൻ പെട്ടുപോയി. അവിടെ ചെന്നപ്പോ മനസ്സിലായി എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട്. അപ്പൊ എനിക്ക് ഈ പറ്റിക്കുന്ന കേൾക്കുമ്പോ പെട്ടെന്ന് സങ്കടം വരും. സങ്കടം വരുമ്പോ ഞങ്ങൾ കരയും. അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ 2 ഇപ്പൊ ഇറക്കി വിട്ടു. അതിന് മുന്നേ എന്തോ ഗെയിം കളിച്ചപ്പോ, എപ്പോഴും ഗെയിം കളിക്കുമ്പോൾ ഞാൻ പറയും ഈ ഗെയിമിൽ നമ്മൾ തോക്കുകയാണെങ്കിൽ ഞാൻ പറയും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളൂ, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ വേണമെങ്കിൽ ഇവിടുന്ന് പൊക്കോളാന്ന്, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോളാം. അപ്പം ഷോർട്ട് ആക്ടർ എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ഗെയിം കളിച്ച് തോറ്റപ്പോ അനുവട്ടം പറഞ്ഞു പൊക്കോ, അങ്ങനെ പറയാൻ പാടില്ല ഒരിക്കലും ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇന്നറിൽ പറഞ്ഞു കൊടുത്തു. ശരിക്കും ഞാൻ ദൈവം അങ്ങനെയൊക്കെ ഉണ്ടോ, അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന ആളല്ല. പക്ഷെ ലക്ഷ്മി ചേച്ചി കരഞ്ഞു. ചേച്ചിക്ക് അന്ന് കോൾഡ് ഉണ്ടായിരുന്നു നല്ല. അപ്പൊ ചേച്ചി ഇങ്ങനെ ജലദോഷം കൊണ്ട് ഇങ്ങനെ മൂക്കിങ്ങനെ ചീറ്റുന്നുകൊണ്ട് പുള്ളിക്കാരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്. ശരിക്കും ചേച്ചിക്ക് വയ്യാതെ ഇരുന്നതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനെ. അപ്പൊ ഞാൻ അതില് എനിക്കറിയില്ലായിരുന്നു ചേച്ചിയും കരയുന്നുണ്ട്, ചേച്ചിയുടെ ഇന്നറിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഞാൻ പെട്ടു. അപ്പൊ ഞാൻ പറയാൻ പാടില്ലാത്താണ് ഞാൻ പറഞ്ഞത്, എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടോ, എനിക്ക് ഇവിടെ നിൽക്കണ്ട, അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ. പിന്നെ ലാസ്റ്റ് ചേച്ചിയെ വിളിച്ചപ്പോഴൊക്കെ മനസ്സിലായി എന്നെ പ്രാങ്ക് ചെയ്തതാണ്. നിങ്ങളുടെ ആ ഷോയുടെ ഡയറക്ടർ അനൂപ് ഉണ്ടല്ലോ, ഇവിടെ വന്നിരുന്നു, നമ്മുടെ മൈൽ സ്റ്റോണിൽ വന്നിരുന്നു ഒരു ഇന്റർവ്യൂവിനിടയിൽ. എന്നിട്ട് ആ ഇന്റർവ്യൂവിനിടയിൽ നമ്മൾ പറഞ്ഞു അനുമോളെ എന്നെ വിളിച്ച് നമുക്കൊന്ന് പ്രാങ്ക് ചെയ്യാം. പക്ഷെ അന്ന് അനൂപ് എന്താ പറഞ്ഞെന്നറിയോ, പാവം വേണ്ട, അതിനല്ലാതെ തന്നെ ഒരുപാട് നമ്മൾ പ്രാങ്ക് ചെയ്യിപ്പിക്കാറുണ്ട്, അതുകൊണ്ട് അനുവിനെ ഈ പ്രാവശ്യം ഞാൻ വിളിച്ച് പ്രാങ്ക് ചെയ്യിപ്പിക്കുന്നില്ല, അതൊരു പാവം പൊട്ടിക്കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിപ്പോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. പുറത്തുള്ളവർ പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കില്ല. ഇത് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ എന്ത് പറഞ്ഞാലും അങ്ങ് ഞാൻ വിശ്വസിക്കും. അപ്പൊ ഈ അവിടെ ചെയ്യുന്ന ഈ പ്രാങ്ക് എല്ലാം ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാം വെൽ പ്ലാൻഡ് ആണ്, പക്ഷെ അതിലും അനുവിന്റെ ഭാഗവും ഇങ്ങനെയാണ്. അനുവിന് നേരത്തെ അറിഞ്ഞിരിക്കും ഇത് പ്ലാൻഡ് ആണ്, ഇത് സ്ക്രിപ്റ്റഡ് ആണ്, അപ്പൊ ഞാൻ ഇങ്ങനെ വേണം ഇങ്ങനെ. അഥവാ ഇങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിലങ്ങ്, കാരണം ഇവര് ഇത്രയും പ്ലാൻ ചെയ്യും, ഞാൻ അത് പൊളിക്കുന്നത് ശരിയല്ലല്ലോ, എപ്പിസോഡിന് കണ്ടന്റിന് വേണ്ടിട്ടല്ലേ. അപ്പൊ ഞാനും കൂടെ അങ്ങ് സഹകരിക്കും. അല്ല പക്ഷെ അറിയാം അല്ലേ, അറിഞ്ഞോണ്ട് തന്നെയാണ് അറിയാൻ ചെയ്യാം. പക്ഷെ എനിക്കതില് എന്താ പറയാ, പെട്ടെന്ന് എനിക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ കരയും. അപ്പൊ ഈ സന്തോഷം ഞാൻ അപ്പൊ ചിന്തിക്കുന്ന പറഞ്ഞാല് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് പ്രാങ്ക് ചെയ്യുന്നത്, വേറെ ഇത്രയും ആർട്ടിസ്റ്റിലിരിക്കുന്ന അവരൊന്നും പ്രാങ്ക് ചെയ്യുന്നില്ല, വേണമെങ്കിൽ ചെയ്തുകൂടെ. അപ്പം പ്രാങ്ക് ചെയ്ത് ഞാൻ അവിടെ കരയുന്നോണ്ടാണല്ലോ ഈ പ്രേക്ഷകർക്കൊക്കെ എൻ്റെ അടുത്ത് ഒരു ഇഷ്ടം തോന്നുന്നത്. അപ്പൊ അത് ഉള്ളിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. എൻ്റെ അടുത്ത് എനിക്ക് തന്നെ എന്നോട് ഒരു വിഷമം തോന്നാറുണ്ട്, അങ്ങനെ കരയുന്നതാ. പക്ഷെ ഞാൻ എന്റെ അടുത്ത് പറയാറുണ്ട് അനുപേട്ടൻ ഇറങ്ങിപ്പോ, എന്തിനിവിടെ ഇരിക്കുന്നത്, ഞാൻ എപ്പോഴും ഫ്ലോറിൽ ഇരുന്ന് കോട്ട് വായിട്ടോണ്ടിരിക്കും. അതെന്താന്നറിയുമ്പോ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രി തിരിച്ച് ഉറങ്ങാറില്ല, ഫുൾ ടൈം ഞാൻ ഇങ്ങനെ ക്ലോസ് വെച്ചിരിക്കുക. ഞാൻ ഫുൾ ടൈം ഇങ്ങനെയൊക്കെ ഇരിക്കും, പിന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നോബിച്ചേട്ടാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്നെങ്കിൽ എടേ ഒരാളുണ്ടല്ലോ, ഒരാള് നമ്മളൊന്നും കാണാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ശരിക്കും കോട്ട് വരും, പിന്നെ ഇരുന്ന് ഉറങ്ങും. ഞാൻ പോലും അറിയില്ല ഞാൻ ഉറങ്ങുന്നത്. ഞാൻ എത്ര ഞാൻ പിച്ചിയാലും അടുത്തേക്ക് ഡയാന ആണെങ്കിൽ ഡയാന പറയും പിച്ചെന്ന് പറഞ്ഞാൽ പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഉറക്കം പോകത്തില്ല, ഉറങ്ങി അങ്ങ് വീഴും. ഇതുപോലെ സോഫയ്ക്കാണെങ്കിൽ എന്റെ പൊന്നി ഉറങ്ങി വീഴും. അങ്ങനെ അനുപേട്ട 2-3 തവണ അനുപേട്ട പോ, ഞാൻ പോകൂല, ഞാൻ അവിടെ തന്നെ ഞാൻ പോകൂല, ഇറക്കി വിട്ടാലും ഞാൻ പോയി തിരിച്ചു വരും. പക്ഷെ അങ്ങനെ പറയുമ്പോ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ അനുവിന്? ഇല്ല, കാരണം അവർക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അനൂപേട്ടൻ എന്ന് പറയുമ്പോൾ പുള്ളി ഒരു ഡയറക്ടർ എന്ന് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്ക് നന്നായിട്ട് പ്രോഗ്രാം കൊണ്ടുപോകണം. അവിടെ അത് ആർട്ടിസ്റ്റ് ഇപ്പൊ ഞാൻ എന്തെങ്കിലും നെഗറ്റീവ് കാണിച്ചത് വഴക്ക് പറയും, ഇപ്പൊ അടിയാണെങ്കിൽ അടി, അങ്ങനെയൊക്കെയാ. അപ്പൊ ഫുൾ സ്വാതന്ത്ര്യം പുള്ളിക്ക് ഉണ്ട് അവിടെ. അപ്പൊ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമം തോന്നിയാലും ഞാൻ കരയത്തില്ല. ഞാൻ ചില സമയത്തൊക്കെ കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ നിൽക്കും. മുമ്പൊക്കെ ഞാൻ എപ്പോഴും കരച്ചില്ല. ഇതിപ്പം പുള്ളി വഴക്ക് പറയുമ്പോഴാണ് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടുന്നതും. എപ്പോഴും ഏതൊരു ക്യാരക്ടറിന്റെ തന്നാലും വഴക്ക് പറയും, മര്യാദയ്ക്ക് ചെയ്തോണം അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ കോൺഫിഡൻസ് കൂടും. നമുക്ക് ചിലവർക്കൊക്കെ വഴക്ക് പറയുമ്പോ ഫുൾ ഡൗൺ ആവത്തില്ലേ, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അനുപേട്ടൻ നോക്കിയിട്ട് മര്യാദയ്ക്ക്, കാരണം ഞാൻ ചിന്തിക്കുന്ന വെച്ചാലേ ഇത്രയും ആർട്ടിസ്റ്റുകൾ എനിക്ക് തരുന്നുണ്ട് ആ ക്യാരക്ടർ. ഞാൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കുന്നില്ല, ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ക്യാരക്ടറാണ് എനിക്ക് തരുന്നത് ചെയ്യാനായിട്ട്. ഈ അമ്മൂമ്മയുടെ ആണെങ്കിലും ആൺവേഷാണെങ്കിലൊക്കെ വെറൈറ്റി ഓരോ സിനിമയിലെ ആർട്ടിസ്റ്റുകൾ ചെയ്തു വെച്ചിരുന്ന ക്യാരക്ടർ ചെയ്യാൻ തരുമ്പോഴൊക്കെ എനിക്ക് ഇപ്പൊ അഖിലേട്ടൻ സ്ക്രിപ്റ്റ് റൈറ്റർ, പുള്ളിക്കാരൻ പോലും മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ അനു അടുത്ത ഷെഡ്യൂളിനെ വിളിക്കില്ല എന്നൊക്കെ പറയും തമാശക്ക്. പക്ഷെ നമ്മൾ ചെയ്യും, കാരണം ആ ഒരു ക്യാരക്ടർ വിശ്വസിച്ച് തന്നതാണ്. അത് ഇനി പൊളിയോ ഒന്നും
പറയാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ. അങ്ങനെ അപ്പൊ അവര് അങ്ങനെയാണ് എന്നെ കാണുന്നത്. അപ്പൊ ജീവനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അനുവിന്റെ അടുത്ത്, എടി അനു നീ മര്യാദക്ക് ഇനി ഇരുന്നില്ലെങ്കിൽ അങ്ങനെ ഓ എന്തെങ്കിലും? പിന്നെ അയ്യോ, എപ്പോഴും ഒരുപാട്. പറയും, എപ്പോഴും പറയും. ആണോ? ആ ഒരു ചേച്ചി റീല് കാണാറുണ്ടോ നമ്മുടെ? ആ, എല്ലാം ഒന്നും കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും റീല് കണ്ടു കാണുമല്ലോ. ആ, ആ ഒരു റീൽ എടുക്കാൻ ഒരു 30 ടേക്കെങ്കിലും പോയിട്ടുണ്ടായിരിക്കും. അതെന്തുകൊണ്ട് ഇത്രയും ടേക്ക് വരേണ്ടി ഞാൻ വന്നു? ഡാൻസർ അല്ല, പുള്ളി ഡാൻസർ, ഡാൻസ് അതിന്റെ അറിഞ്ഞൂടാ അഹങ്കാരമാണ്. ചേച്ചി? അല്ല ഞാനല്ല, ഞാൻ ഓ, പിന്നെ കളിയാക്കിയത് കുറ്റമായിട്ട് പറഞ്ഞതല്ല. ഡാൻസ് അറിഞ്ഞൂടാ, അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയില്ല, ഒരു ആബ്സെന്റ് മൈൻഡഡ് പോലെ ചില സമയത്ത് ഇരിക്കും. അത് വേറെ ചില കാര്യം കാര്യങ്ങൾ നാളെ ശ്രദ്ധിക്കില്ല. എന്തൊക്കെ വർക്ക് ഉണ്ട്, നാളെ ഏത് ഫോട്ടോഷൂട്ട് ഉണ്ട്, രാവിലെ ഏത് ഫോട്ടോഷൂട്ട്, ഉച്ചയ്ക്ക് കാരണം എനിക്ക് മാനേജർ ഇല്ല, എനിക്ക് അസിസ്റ്റന്റ് ഇല്ല, എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാണ്. എനിക്കിപ്പം ഒരു മാസത്തിൽ 30 ദിവസം വർക്ക് ഉണ്ടെങ്കിൽ ആ 30 ദിവസത്തെ കാര്യങ്ങളും ഡ്രസ്സ്, കോസ്റ്റ്യൂം, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷൻ വീഡിയോസ്, ഈ കൊളാബ് മൊത്തം ഫുള്ള് ഞാനാണ് ഇരുന്ന്. ഇത് ഞാൻ അടുത്ത് എഴുതിയിട്ടൊന്നുമില്ല, പക്ഷെ ഫുൾ മൈൻഡ് എനിക്ക് നാളെ ഇതല്ലേ ചെയ്യണ്ടേ, നാളെ ഇങ്ങനെയല്ലേ, നാളെ ഇവിടെ കൊടുക്കണമല്ലോ, നാളെ ഡേറ്റ്, ഇതൊക്കെയാണ് ചിന്ത ഫുള്ള്. ഇതിന്റെ ഇടയിൽ റീല് ചെയ്യണം, റീല് ഇൻസ്റ്റാഗ്രാമിൽ ഇടണം, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഇവ എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് നിൽക്കും നാളത്തെ കാര്യം. അപ്പൊ ഇന്ന് വൈകിട്ട് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ഇത് ചെയ്യണം, ഇന്ന് വൈകിട്ട് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകളാണ്. അതുകൊണ്ട് പുള്ളി എനിക്ക് എപ്പോഴും വഴക്കുറയും. എന്നാൽ നമുക്ക് തിരിച്ച് നമ്മളിപ്പോ സംസാരിച്ചു വന്നത് നമ്മള് ഷിയാസിക്ക് ആ ഒരു വിഷയത്തിൽ നിൽക്കായിരുന്നു. അപ്പൊ അവിടെ നിന്ന് അദ്ദേഹം പോയി എന്ന് പറഞ്ഞു, ജെനുവിനായിട്ട് അത് പോയതാണ്. പോയിട്ട് പിന്നെ ബിസിയായി. പിന്നെ അല്ല, പക്ഷെ വീണ്ടും തിരിച്ചു വന്നത് ഞങ്ങൾ അറിഞ്ഞത് അത് അനൂപിന്റെ അടുത്ത് അനുമോള് തന്നെ ഹൈലി റിക്വസ്റ്റ് ചെയ്തു നമുക്ക് തിരിച്ച് അനുപേട്ടൻ ഷിയാസിക്ക് നല്ല ഫ്രണ്ട്സ് ആണ് ഇപ്പോഴും, ഇണങ്ങിയതിനു ശേഷമൊക്കെ. അല്ല, നിങ്ങൾ തമ്മിലുള്ള ഒരു ബ്രദർ സിസ്റ്റർ ഒരു ബോണ്ടിങ്ങിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത്. ഷിയാസും അനുമോളും തമ്മിൽ ഭയങ്കര ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ അനു അവിടെ സ്ട്രോങ് ആയിട്ട് അനൂപിന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പം ഇപ്പൊ ഷിയാസിക്ക ആണെങ്കിലും ബിനീഷേട്ടനാണെങ്കിലും നമുക്കിപ്പോ ആ ഫ്ലോറിൽ നിന്ന് ഇറങ്ങിപ്പോയ ആരാ ഇപ്പൊ ഒരാളെ റെക്കമെൻഡ് ചെയ്യാൻ ഒരിക്കലും എനിക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അനുപേട്ട ഇതുപോലെ വിളിക്കുന്ന പറഞ്ഞാൽ അനുപേട്ട പറയുന്നത് നീ നിന്റെ കാര്യം നോക്കുന്നേ പറയുള്ളൂ. കാരണം നമ്മൾ അതുകൊണ്ട് ആരും എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും എത്ര കമ്പനി ആണെങ്കിലും എനിക്ക് അനുപേട്ടത്ത് അങ്ങനെ പറയാൻ പറ്റൂല. അതായിരുന്നു അനുപേട്ടൻ തീരുമാനിക്കണം വിളിക്കണോ വേണ്ടേന്നൊക്കെ ഉള്ളത്. ഓക്കെ. പിന്നെ ഇപ്പൊ അതിനുശേഷം അനു ഇപ്പൊ വേറൊരു ഒരു പരമ്പര ഒരു ചെയ്തിരുന്നു. അതിന്റെ സീസൺ 1 കഴിഞ്ഞിട്ട് സീസൺ 2 വന്നപ്പോഴത്തേക്ക് അപ്പൊ അതിനകത്ത് വന്നപ്പോഴത്തേക്ക് അനുവിന്റെ പേരില്ല. അപ്പൊ ഒരു മീഡിയയുടെ ഒരാൾ വന്ന് ചോദിച്ചപ്പോ തന്നെ അനു പറയുന്നുണ്ട്, എന്നെ അവര് വിളിച്ചില്ല, എന്നെ ഇത് അതെന്താ വെച്ചാൽ സുരഭി സുഹാസിനി പ്രോഗ്രാം ഒരു 400-450 എപ്പിസോഡ് പോയി ഞാനും മല്ലികമ്മയായിട്ട്. അത്യാവശ്യം നല്ല പ്രോഗ്രാം ആയിട്ട് പോയി, നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അമ്മക്ക് കാല് വയ്യാണ്ടായി. പിന്നെ അമ്മ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ബ്രേക്ക് എടുത്തു. അപ്പൊ പിന്നെ അമ്മ ഇല്ലാണ്ടായിരുന്നു കുറച്ച് നാള്. അപ്പൊ ബ്രേക്ക് എടുത്ത സമയത്ത് പിന്നെ എന്റെ ഒരു കഥയായിട്ട് പോവായിരുന്നു. പിന്നെ പ്രേക്ഷകർക്ക് അമ്മയും കൂടെ കാണണം എന്നുള്ളൊരു നിർബന്ധമായി. പിന്നെ ചാനലിൽ നിന്ന് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യും, അമ്മയൊക്കെ ഭേദമായിട്ട് ഹെൽത്ത് ഒക്കെ ഓക്കെ ശേഷം അമ്മ വിളിക്കാന്ന് പറഞ്ഞു. അപ്പം ഡയറക്ടറും എല്ലാരും പറഞ്ഞു ഇനിയിപ്പോ ഷൂട്ട് ഒന്ന് തുടങ്ങും, നിങ്ങൾ എല്ലാരും കാണും, ഇനിയിപ്പോ ഒരു കുറച്ച് മാസങ്ങൾക്ക് ശേഷം കാണുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുക. അപ്പൊ ഡയറക്ടറായിട്ട് ഈ ഡയറക്ടറാണ് നമ്മൾ അബി മഹിയുടെ ഡയറക്ടർ കേട്ടോ. അപ്പോ ഇടയ്ക്കൊക്കെ ഞാൻ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഈ സാരി എല്ലാം ഞാൻ സാരി അതിനകത്ത് കൊടുക്കുന്നത്, അപ്പൊ അതൊക്കെ ഞാൻ റെഡി ആയിട്ട് വെക്കുന്നുണ്ട്. ആ ടൈമില് ഞാൻ വിളിച്ച് ചോദിക്കുമ്പോൾ പറയും ഉടനെ തുടങ്ങും, കുറച്ച് ചില ആർട്ടിസ്റ്റുകൾ മാത്രം കാണത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആരൊക്കെയെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ആർട്ടിസ്റ്റുകൾ. അപ്പൊ ഞാൻ വെറുതെ തമാശ ചോദിച്ചു ഞങ്ങൾക്ക് കാണുമല്ലേ എന്ന് ഞാൻ ചോദിച്ചു. പിന്നെ നീല നായിക എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു അബി മഹീൻ തുടങ്ങാൻ പോകുന്നുണ്ട്, ഡേറ്റ് എങ്ങനെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു രാജേഷ് തന്നെ ഡയറക്ഷൻ. അപ്പോ പറഞ്ഞു അബി മഹീൻ. ഞാൻ പറഞ്ഞു സാർ ഈ വേറൊരാളെ കൊണ്ട് വിളിപ്പിച്ച കോർഡിനേറ്റർ. ഞാൻ പറഞ്ഞു ഈ ദിവസങ്ങളൊക്കെ ഞാൻ ഫ്രീ അല്ല, ഇനാഗുറേഷനും പ്രോഗ്രാം ഒക്കെയാണ്, അപ്പൊ കുറച്ച് ഡേറ്റ് ഞാൻ ബ്ലോക്ക് ചെയ്ത് ചെയ്യും, പെട്ടെന്ന് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ അപ്പം എന്നോട് പറഞ്ഞു അപ്പം ഡേറ്റ് നോക്കിയപ്പോൾ ഇവർക്ക് 1 മുതൽ 15 വരെ വേണം, 16 മുതൽ ബാക്കിയുള്ള ഡേറ്റ്സ് അബി മഹിക്ക് വേണം. അപ്പൊ അതിൽ കുറച്ച് ഡേറ്റ്സ് ഞാൻ ഇല്ല. അപ്പൊ അവർക്ക് അങ്ങനെ നോക്കിയപ്പോ ഇവർ ചിന്തിച്ചപ്പോ അനുവിന് ഡേറ്റും ഇല്ല, അവർക്ക് സ്റ്റാർ മാജിക് ഉണ്ട്. പിന്നെ ഇനിയിപ്പോ കൊണ്ടുപോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ വേണം. 20 ദിവസമൊക്കെയാണ് ഷൂട്ട് വരുന്നത് ഒരു മാസത്തിൽ, 22 ദിവസം അങ്ങനെയൊക്കെ പോകുന്നത്, ഡെയിലി ടെലികാസ്റ്റാ. അപ്പം നോക്കിയപ്പോ ഇവര് പിന്നെ ട്രാക്ക് മാറ്റി, കാരണം വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പെട്ടെന്ന്. പക്ഷെ മാറ്റുന്ന കാര്യം മൊത്തത്തിൽ മാറ്റി, സ്റ്റോറി മൊത്തത്തിൽ മാറ്റി സീരിയൽ പോലെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഡബിങ്ങും കാര്യങ്ങളൊന്നും അല്ല, മൈക്ക് വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ സീരിയൽ പോലെയാണ്, ഇപ്പൊ സീരിയൽ പോലെയല്ല, സിക്കം പോലെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ എന്നെ മാറ്റിയിട്ടുള്ളത് ട്രാക്ക് എന്ന് പറഞ്ഞാൽ മൊത്തത്തില് ആർട്ടിസ്റ്റുകളുടെ ക്യാരക്ടറും മൊത്തത്തിൽ വേറൊരു ടൈപ്പായിരുന്നു.
അപ്പോ അതെന്നോട് പറഞ്ഞില്ല. ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. പെട്ടെന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞ അത് ഇങ്ങനെയാണ്, അനു ഡേറ്റ് ഒന്നും ഇല്ലല്ലോ, പിന്നെ നമ്മൾ വേറൊരാളെ വെച്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ ശരി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഭയങ്കര പെയിൻ ആയില്ലേ? പിന്നെ ഇല്ലേ, ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ കരച്ചിലുമായിരുന്നു. പിന്നെ എനിക്കറിയില്ല, ഞാൻ ആ ഒരു ക്യാരക്ടർ ഞാൻ ജീവിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാല്. ശരിക്കും അത് നമ്മുടെ ശരിക്കും വളരെ ഒരു പെയിൻ തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ് അല്ലേ? കാരണം വെച്ചാൽ നമ്മളിപ്പം ആ ഒരു സുരഭി സ്വാസി എന്ന് പറഞ്ഞ ക്യാരക്ടർ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, സ്റ്റാർ മാജിക്കും ചോദിക്കും, ഇത് അമ്മമാർ കൂടുതലും ചോദിക്കാറുണ്ട്. ഈ ഭയങ്കര ഇഷ്ടം, കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരാറുണ്ട് ഈ ക്യാരക്ടറെ കണ്ടിട്ടൊക്കെ. അപ്പൊ ഞാനും കുറെ ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പൊ പെട്ടെന്ന് ഈ 400-450 എപ്പിസോഡ് ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് എന്നെ മാറ്റി വേറൊരു പെൺകുട്ടി വെക്കുമ്പോ അത് ഏതൊരു ആർട്ടിസ്റ്റിനാണെങ്കിലും വിഷമം തോന്നും. കാരണം ആ സുരഭി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മളല്ലേ ആക്കി കൊടുത്തത്. പെട്ടെന്ന് അവരുടെ അടുത്ത് ചോദിച്ചില്ല? ഞാൻ ഒന്നും ചോദിക്കാൻ പോയില്ല. ഞാൻ സാറിനൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഞാൻ കരഞ്ഞുകൊണ്ടൊരു വോയിസ് മെസ്സേജ് അയച്ചു, സാർ മാറ്റണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സാർ പറഞ്ഞു ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ചാനലിൽ നിന്നുള്ള തീരുമാനമാണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ വിഷമം മാറാൻ വേണ്ടി അമ്പലങ്ങളിൽ പോകും. രാവിലെ 2 മണിക്കൊക്കെ എണീറ്റ്. ഇപ്പോഴും ഇമോഷൻ ആവണോ അത് പറയുമ്പോ? അങ്ങനെ എത്ര ദിവസം അമ്പലങ്ങളിൽ പോയി? ഞാൻ മിക്ക ദിവസങ്ങളിലും രാവിലെ ആരെ ഉണർത്താതെ എണീറ്റ് പോകാറുണ്ട്. ഈ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം. അയ്യോടാ, എനിക്ക് സങ്കടമാണോ? അല്ല, അവിടെ പോകുമ്പോ വിഷമം മാറാറുണ്ട് ശരിക്കും. ഭയങ്കര കോൺഫിഡൻസ്. കാരണം ഞാൻ ഈ ഒരു സുരഭി സ്വാസിന് കാരണം കുറെ ഇനാഗുറേഷൻ മാറി, നല്ല പേയ്മെന്റ് ഒക്കെ കിട്ടുന്ന പ്രോഗ്രാം, പുറത്ത് പ്രോഗ്രാം കുറെ പോയിട്ടുണ്ട്. അവരെന്നെ വിട്ടിട്ടൊക്കെ ഉണ്ട്. ഇനാഗുറേഷൻ രാവിലെ പോയി ഇനാഗുറേഷൻ ചെയ്തിട്ട് നേരെ സുരഭി സ്വാസിന്റെ ലൊക്കേഷനിലൊക്കെ പോയിരുന്നു. അങ്ങനെയൊക്കെ എനിക്ക് കുറെ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് സാറ്. പക്ഷെ പെട്ടെന്ന് മാറ്റി. ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, പെട്ടെന്ന് തുടങ്ങണേ. കാരണം അതിനുവേണ്ടി തുടങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരാളാ ഞാൻ. ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോ കണ്ടതാണ് മൈ ബോസിലെ നമ്മുടെ ജീവൻ ഗോപാൽ. അച്ഛനാണ് അവനൊരു കുഞ്ഞിന്റെ അച്ഛൻ, പിന്നെന്താ വിവാഹിതൻ, ഒരു കുഞ്ഞിന്റെ അച്ഛൻ എന്നും പറഞ്ഞിട്ട് ഒരു ഇത് കണ്ടു. എന്നിട്ട് ഞാൻ മാറി മറിച്ച് വേറെ പലതിലും നോക്കിയപ്പോ എല്ലായിടത്തും ഇങ്ങനെ കണ്ടു. ജീവൻ കണ്ടിരുന്നു അങ്ങനത്തെ ഒരു ഫേക്ക് ന്യൂസ് വന്നതൊക്കെ? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ യൂട്യൂബിനകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെ, യൂട്യൂബിലാ കണ്ടത്. അതെന്താ അങ്ങനെയൊക്കെ ഓരോന്നും പറഞ്ഞു അതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് അറിയോ? അതൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ വീഡിയോസ് വരുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇവളുടെ ഞാൻ പറഞ്ഞത് നമ്മുടെ രണ്ടൊരു കല്യാണത്തിന്റെ കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അതുപോലുള്ള ഓരോ വീഡിയോസ് വരുന്നതാണ്. എന്നാലും എത്ര യങ് ആയിട്ടുള്ള ഒരാളാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അതെല്ലാരും പെട്ടെന്ന് മൈ ബോസിലെ നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴേ ഈ കുഞ്ഞിനേക്കൻ ഇപ്പൊ ഇതേ വേറൊരു കുഞ്ഞിന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോയും ഇങ്ങനെ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുന്നവർക്ക് വേറെ ഒരു പണി ഇല്ലാതിരുന്ന് വെറുതെ ഇന്ന് ആർക്കിട്ട് പണിയണം. യൂട്യൂബിൽ ഉണ്ടാക്കുന്നവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി, ഇത് കാണുമ്പോ പെട്ടെന്ന് കയറി കാണാൻ വേണ്ടിട്ട്. അതാണ് അവര് രാവിലെ എണീക്കുന്നത്, നാളെ ആർക്കിട്ട് പണി കൊടുക്കണം, നാളെ ആർക്കിട്ട് അഗെയിൻസ്റ്റ് എന്ത് എഴുതണം, ഇത് ആലോചിച്ചിട്ടായിരിക്കും അവര് ചിന്തിക്കുന്നതും എണീക്കുന്നതും അല്ലെ. തന്നെ സുരഭിശ്വാസിനെ പുറത്താക്കി അനുവിനെ സുരഭിശ്വാസിനെ പുറത്താക്കി കുറെ ന്യൂസ് ഉണ്ട്. അപ്പൊ അതെല്ലാം കയറി കാണുമ്പോ അതിനകത്ത് ഒന്നും കാണത്തില്ല. പറയുന്നത് സുരഭിശ്വാസിന് അനുവില്ല എന്ന് പറയുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അതെ, ഈ ആ ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ ഫസ്റ്റ് അവരിടുന്ന എന്തെങ്കിലും ഈ തംബ്നെയിലിന് വേണ്ടി. അത് ഈ ഫേസ്ബുക്കിനകത്തും ഇതുപോലെ ഞാൻ കാർ അപകടത്തിൽ മരിച്ചു, അനു അങ്ങനെ ഉണ്ടായിരുന്നു, ആക്സിഡന്റിൽ അനു മരണപ്പെട്ടു. അപ്പൊ ലക്ഷ്മിയും നോബിയും അനുവിനെ കാണാൻ വേണ്ടി പോയി. എന്നിട്ട് അവരുടെ ഫോട്ടോയെ കൊടുത്തിട്ട് അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, പിന്നെ ഒരു കാർ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന അങ്ങനെയൊക്കെ സംഭവം. ഫേസ്ബുക്ക് എത്ര പേര് എന്റെ അച്ഛനമ്മയെ വിളിച്ചു ചോദിച്ചു, എന്നെ എത്ര പേര് വിളിച്ചു ചോദിച്ചു. അതെന്താ സംഭവം? എന്നിട്ടത് അത് വേറെന്തായിരുന്നു, ഫേക്ക് ആയിരുന്നു. അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായി. എന്തൊക്കെയല്ലേ ജീവിതത്തിൽ നിങ്ങൾ എത്ര തവണ ഇതുപോലെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞിട്ടും ഒരുപാട് വന്നു. അത് പല ഈ പറഞ്ഞ ഞാൻ പോലും കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു ബോയ് വന്ന് നിന്നിട്ട് സെൽഫി എടുക്കും, അതെടുത്തിട്ട് ആയിരിക്കും വരുന്നത്. അപ്പം പുള്ളിക്കാരൻ എനിക്ക് എടുത്ത് ചേച്ചി ഞാൻ ഫേമസ് ആയി എന്നൊക്കെ പറയാറുണ്ട് ഓരോന്നും പറഞ്ഞിട്ട്.
ഓക്കെ, ശരി. ഇനി നമുക്ക് സ്റ്റാർ മാജിക്കിനകത്ത് ഇത്രയും പറയുമ്പോൾ നമ്മൾ ലക്ഷ്മിയെ കുറിച്ചും കൂടെ പറയണം. ലക്ഷ്മി നക്ഷത്ര, നിങ്ങൾ ഇപ്പം ലക്ഷ്മി തന്നെ എന്താ പറയാ സുധിക്ക് വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നും ഞങ്ങളൊക്കെ കേട്ടതെന്ന് വെച്ചാൽ ലക്ഷ്മി സ്വന്തം നല്ല മനസ്സോടുകൂടി ഇങ്ങനെ ഓരോന്നും അവർക്ക് വേണ്ടിയിട്ട് വീട് വെക്കുന്നതിന് ഒരുപാട് പൈസ കൊടുത്തു, അല്ലാതെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു ആ സമയത്ത്. അന്ന് സുധിയുടെ വൈഫ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ വേറെ കുറെ പേര് പറയുന്നുണ്ട് ലക്ഷ്മിക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്, അത് ഹിറ്റ് ആവാൻ വേണ്ടിയിട്ട് ലക്ഷ്മി തന്നെ പ്ലാൻ ചെയ്തിട്ട് ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നതാണ്, ഇത് വേറൊന്നുമല്ല, ഇതിനകത്ത് അങ്ങനെ വ്യൂവർഷിപ്പ് കിട്ടും, അതിന് വേണ്ടിയിട്ട് ഇത് ഫുൾ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്നും പറഞ്ഞുകൊണ്ട് അതിനും കുറെ നല്ലത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല നിങ്ങളെ കൊണ്ട്. നല്ലത് ചെയ്യുമ്പം അല്ലേ ലക്ഷ്മി ചേച്ചിക്ക് സുചേട്ടൻ എന്ന് പറഞ്ഞ ഒരു സ്വന്തം സഹോദരനെ ഭയങ്കര ഇഷ്ടമാണ് ലക്ഷ്മി ചേച്ചി സുചേട്ടൻ. അവിടെ ചേട്ടന്മാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചേച്ചിക്ക് സുചേട്ടനായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്ത് സുചേട്ടൻ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ പോലും ചേച്ചി ഈ പറഞ്ഞ സുചേട്ടന്റെ വൈഫുമായിട്ടൊക്കെ ഭയങ്കര കമ്പനി സ്നേഹമൊക്കെ ആയിരുന്നു. പോയതിനു ശേഷം ഇപ്പോഴും ചേച്ചി അവരെ ഫാമിലി സഹായിക്കുന്നുണ്ട്. ഈ കാശായിട്ടാണെങ്കിലും കുട്ടികൾക്കുള്ള ഹെൽപ്പ് എല്ലാം ചെയ്തു കൊടുക്കുന്നു. സ്റ്റാർ മാജിക്കിൽ പൊതുവെ അങ്ങനെ ആരും ചെയ്തു കൊടുക്കുന്നതായിട്ട് എനിക്കറിയില്ല, പക്ഷെ ചേച്ചി ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഈ യൂട്യൂബിൽ ഇടുന്നത്, ഇപ്പൊ യൂട്യൂബിൽ ഇപ്പൊ ചേച്ചി അങ്ങനെ ഒരു വീഡിയോ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ കുറെ വീഡിയോസ് കാണാറുണ്ട്. സാധാരണ കുട്ടികള് സാധാരണ വീട്ടിലൊരു ഫാമിലിയിലൊരു കുട്ടികള് എന്താ പറയണ്ടേ, ഇങ്ങനെ ആൾക്കൊക്കെ ആ കുട്ടി ഇങ്ങനെ റോഡിൽ കാണുന്ന ആൾക്കൊക്കെ ഞാൻ ഇങ്ങനെ ഫുഡ് കൊടുത്തു ഇന്ന്, എനിക്ക് അങ്ങനെ അവരെ കണ്ടപ്പോൾ അങ്ങനെ തോന്നി. ഇന്ന് ഞാനൊരു പാവപ്പെട്ട അപ്പൂപ്പനെ കണ്ടപ്പോൾ എനിക്ക് ഞാൻ പോയി കടം ചോദിച്ചു, അപ്പൻ എനിക്ക് കണ്ടിട്ടില്ല അങ്ങനത്തെ വീഡിയോ. അപ്പൂപ്പനെ കടം ചോദിച്ചപ്പോൾ തരുമോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അപ്പൂപ്പൻ എനിക്ക് 200 എടുത്ത് തന്നു. അപ്പൊ അത് നമ്മളെ കാണിക്കുമ്പോൾ, നമ്മളത് കാണുമ്പോൾ നമുക്കത് അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ അതുപോലെ ഈ വഴി കാണുന്ന ആൾക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പൈസ കൊടുക്കുന്നില്ല, അപ്പൊ എനിക്കും കൊടുക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ ചേച്ചി അങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട്, ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്, ഞാനും സ്റ്റാർ മാജിക് വർക്ക് ചെയ്യാം, അപ്പൊ എനിക്കും അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്, ആ ഒരു മൈൻഡ് വരുന്നുണ്ട്. അപ്പൊ ചേച്ചി എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കാം ചേച്ചി അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ചേച്ചിയുടെ ചാനലിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. കാരണം ചേച്ചി ഒരുപാട് ഇപ്പം ചേച്ചി ഒരു പെർഫ്യൂം ഉണ്ടാക്കി കൊടുത്ത സംഭവം പോലും ഞാൻ സുചേട്ടൻ പോയതിനു ശേഷം ഞാൻ സുചേട്ടന്റെ വൈഫിനെ കാണാൻ വേണ്ടി പോയപ്പോ എനിക്ക് ഈ ഷർട്ടും പാന്റും എല്ലാം എനിക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു, മക്കളെ എനിക്ക് സുചേട്ടന്റെ സ്മെല്ല് ഇപ്പോഴും ഇതിനകത്തുണ്ട്, എനിക്ക് ഈ ഒരു സ്മെല്ല് എനിക്ക് പെർഫ്യൂം ആക്കി എടുക്കണം, എനിക്കത് വേണം, അത് എവിടെയെങ്കിലും ഉണ്ടാന്നൊക്കെ എന്റെ അടുത്ത് ആ സമയത്ത് സംസാരിച്ചു. അപ്പൊ ചേച്ചി ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന പോലും ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ചേച്ചി അടുത്ത് ആവശ്യപ്പെട്ടു, ചേച്ചിയല്ലേ ഉള്ളൂ, അപ്പൊ ചേച്ചി ആവശ്യപ്പെട്ടു ചെയ്തു കൊടുത്തു. അതൊക്കെ പറയണത് ഇതൊക്കെ യൂട്യൂബിന് വേണ്ടിയിട്ട് ലക്ഷ്മി അറിഞ്ഞുകൊണ്ട് പോയി ചെയ്യുന്നതാണ്. പുറത്ത് കൊണ്ടുപോയിട്ടല്ലേ പെർഫ്യൂം ചെയ്തിട്ട് ഒരിപ്പോ കാർ വാങ്ങിച്ചു കൊടുത്തു. ആർക്കാ? സുധിയുടെ വൈഫിന് കാർ വാങ്ങി കൊടുത്തു. കാർ വാങ്ങി കൊടുത്തു. പിന്നെ ഇപ്പം മാസാമാസം പൈസ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അത് സുധിയുടെ വൈഫ് തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ, മാസം പൈസ ഇപ്പോഴും തരുന്നുണ്ടെന്നൊക്കെ. അപ്പൊ ഇപ്പൊ ഈ കാറ് വാങ്ങിച്ചു കൊടുത്തതും ഇതെല്ലാം ആൾക്കാർ പറയണത് ഇതെല്ലാം ലക്ഷ്മി ഫേക്ക് ആയിട്ട് ലക്ഷ്മിയുടെ ഇതിന് ഫേക്കായിട്ടൊന്നും എനിക്ക് തോന്നുന്നു. ഇപ്പം ചേച്ചി അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബിൽ ഇട്ടെന്ന് വിചാരിച്ചു, അപ്പൊ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയത് കൊണ്ടായിരിക്കും കൊടുക്കുന്നത്. ഇപ്പൊ അവരുടെ ഒരു വീഡിയോ ഇട്ടപ്പോ ഇത്രയും വ്യൂസ്, ഇപ്പൊ കേരളയിലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? കേരളയിലായിരുന്നെങ്കിൽ ചേച്ചി കൊടുക്കുമായിരുന്നു, ഉറപ്പായിട്ടും കൊടുക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സുചേട്ടന്റെ ഫാമിലി അത്രയ്ക്കുള്ള ഒരു ചേച്ചിക്ക് ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് ചേച്ചി ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇനിയിപ്പോ ആ ഒരു വീഡിയോ വ്യൂസ് കേറിയില്ലായിരുന്നെങ്കിലും ചേച്ചി കൊടുക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാം. പ്രത്യേകിച്ച് ഈ പറയുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ പേഴ്സണലായിട്ട് അറിയത്തില്ല ആർക്കും. അതാണ് ഇവരുടെയൊക്കെ കുഴപ്പം. അതാണ് എന്തെങ്കിലും ആരെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്ന ഫുൾ നല്ല മനസ്സുകൂടെയൊന്നുമല്ല, ഇവൾ ഇങ്ങനെ ആലോചിച്ചിട്ടാണ്, ഇവർക്ക് ഒരുപാട് ചിന്തിച്ച് ഇതിന് വേണ്ടിട്ട് തന്നെയാ. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്താ പ്രശ്നം? ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ചേച്ചി അങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു, ഇപ്പൊ ചേച്ചി അങ്ങനെ വീഡിയോ ഇടുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്ക് ഈ പെർഫ്യൂം ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടെയെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് അവിടെ ചേച്ചി കുട്ടികൾക്ക് ഈ സാധനം മേടിച്ചപ്പോ എന്തുകൊണ്ട് എനിക്ക് ഇത് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പൊ ഞാൻ ചിന്തിച്ചതുപോലെ ഒത്തിരി പേര് ചിന്തിക്കുന്നുണ്ട്, അവർ കൊടുക്കുന്നുമുണ്ട്. ഒത്തിരി പേര് അതിൽ നിന്ന് ലക്ഷ്മി ചേച്ചി വിളിച്ച് കോണ്ടാക്ട് വഴി ചേച്ചിക്ക് കാശ് അയച്ചു കൊടുത്ത് അവരെ എത്തിക്കുന്നുമുണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ടല്ലേ, അപ്പൊ ചേച്ചിക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ വരുമാനം കൊണ്ടു കൊടുക്കുന്നുണ്ടല്ലോ. അതെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കിട്ടിയത് വെച്ചിട്ടായിരിക്കും താറാൻ തോന്നിയുടെ വാങ്ങിയ വണ്ടി. അത് ചേച്ചിക്ക് മേടിച്ചതാ. ആണോ? ഓ, അല്ല ചേച്ചിക്ക് മേടിച്ചതാ. എന്നാ പക്ഷെ വാർത്ത വന്നത് അത് ഈ പറയുന്ന ആളുകളാണ് ഇതൊക്കെ ആക്കി എടുക്കുന്നത്. ഓ, എന്നാ അത് അങ്ങനെ വരുന്നതാ. ഓക്കെ. അപ്പൊ അതെന്തായാലും ഒക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ സീരിയസ് ആയിട്ടൊക്കെ കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തു, ഇമോഷണൽ ഒക്കെ ആക്കി ഞാൻ കുറെ.